ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്തോണി വൈബ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അതെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് ബെല്ലൈക്കണം കൂടെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും കൂടാതെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫിൻ്റെ എല്ലിനകത്തുള്ള മജ്ജയാണ്. അതെങ്ങനെ കുക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അഥവാ ബീഫ് ബോൺ മാരോ. അത് നമ്മൾ റോസ്റ്റിംഗ് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എന്ന് നോക്കാം. നമ്മുടെ ബീഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണണ്ടേ. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. വാ. നമ്മളിപ്പം വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ആ ഉപ്പ് വെള്ളം മാറി, എന്നാലും ഇതിൻ്റെ ഉപ്പൊക്കെ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അത്ര ഉപ്പ്, അതിൻ്റെ ടെൻഡൻസി അങ്ങ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നാലേ അതിൻ്റെ ഇതങ്ങ് അങ്ങ് മാറത്തുള്ളൂ. നമ്മൾ ചൂടുവെള്ളം ഫുള്ളായിട്ട് ഇതിനകത്തോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ അങ്ങനെ സെറ്റാവും. നമുക്ക് ആ ഉപ്പിൻ്റെ ഇതൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് ഉപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് റോസ്റ്റിങ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. അപ്പോൾ നമ്മുടെ സംഗതി നമുക്കിനി അടുപ്പത്ത് കയറ്റാം. നമുക്ക് അതിനു വേണ്ടി അടുപ്പ് സെറ്റ് ചെയ്യാം. വാ. അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പുറത്ത് അടുപ്പിട്ട് നമ്മൾ കുറച്ച് വിറകൊക്കെ വെച്ചിട്ടുണ്ട്. ചിരട്ട ഇതെല്ലാം ഇട്ട് കത്തിച്ചാണ്. അപ്പോൾ നമുക്കിനി ചട്ടി എടുത്ത് വെക്കാം റോസ്റ്റിങ്ങിനും ആയിട്ടുള്ള. വാ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് ശേഷം ബട്ടർ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ എല്ലെടുത്തിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ബട്ടർ സെറ്റ് കൊടുക്കാം കുറച്ച്. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഇങ്ങോട്ടൊന്ന് തേച്ച് കൊടുക്കുക ചട്ടിയിലോട്ട്. നല്ല പുക വരുന്നുണ്ട്. നമ്മുടെ ചട്ടിക്കകത്ത് നല്ലതായിട്ട് തീയൊക്കെ പിടിച്ച് വന്ന് ഓയിലങ്ങോട്ട് ഇതായതുകൊണ്ട് അതൊന്ന് കെട്ടോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പം നെയ്യൊക്കെ തേച്ച് നന്നായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. പീസ് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. 10-20 മിനിറ്റ് എടുക്കും അങ്ങനെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. കൈ വരുമ്പോൾ നമ്മുടെ സംഗതി ഏകദേശം ഇട്ടിട്ടുണ്ട്. ഇത് നേരെ വെച്ച് കൊടുക്കണം. കാരണം അതിൻ്റെ അകത്തുള്ള ഇത് ചൂടായി നല്ല ഇതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നിൽക്കണം. അതിൻ്റെ അകം സൈഡ് ചരിഞ്ഞ് പോകാൻ പാടില്ല, ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് വീഴും കമ്മന്ന്. അപ്പോൾ അത് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ബട്ടർ തേച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗം അത്ര ഇതായിട്ട് പിടിക്കാതിരിക്കണം. പിന്നെ എല്ലായതുകൊണ്ട് വിഷയമില്ല, അതായിക്കോളൂ, ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ എല്ലിൻ്റെ മജ്ജയൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. സംഗതിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മളിപ്പം സ്റ്റാർ ഹോട്ടലിലൊക്കെ മറ്റും അപ്പറ്റൈസറായിട്ടൊക്കെ ഗസ്റ്റിന് കൊടുക്കാറുണ്ട്. നല്ല ഹെവി കാലോറീസും ഫാറ്റൊക്കെ വരുന്നൊരു ഡിഷാണ് സംഗതി. മാക്സിമം നമ്മളപ്പോൾ ഇത് അധികം യൂസ് ചെയ്തില്ല ആരുമെങ്കിലും. ഫോറിനേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കഴിക്കുന്ന ഒരു ഡിഷാണ് സംഗതി. നമ്മുടെ ഇവിടെ സൂപ്പിൻ്റെയൊക്കെ ഏകദേശം ഒരു ലെവൽ കണക്കാണ് ഇത്. സംഗതി ഏകദേശം സെറ്റായിട്ടുണ്ട്. വെന്ത് ഏകദേശം ഒരു 10-20-25 മിനിറ്റോളം എടുത്ത് ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതിനെ എടുക്കാം ഇതിനകത്തുനിന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എല്ല് ഏകദേശം വെന്ത് സെറ്റായി നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമുക്കതെന്താണെന്ന് നോക്കാം.
കുരുമുളക് പൊടി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചതച്ചതാണ്, വെളുത്തുള്ളിയും ചതക്കുക നമ്മൾ ചെയ്ത, ഉപ്പ്, നാരങ്ങ, പച്ചമുളക്. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി ആദ്യം ഇടാം. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, നമ്മളൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് തന്നെ അരിഞ്ഞ്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് സെറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിന് ശേഷം ഒരു നാരങ്ങയും കൂടെ കട്ട് ചെയ്തതിനകത്ത് ഒഴിച്ചു കൊടുക്കാനുണ്ട്. നാരങ്ങ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. നമ്മൾ ചുവന്നുള്ളി, പച്ചമുളക്, കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. നാരങ്ങ നീരും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീഫിൻ്റെ എല്ലിൻ്റെ മജ്ജ, അതുപോലെ തന്നെ നമ്മളതിൻ്റെ കൂടെ ബ്രെഡ് ടോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്കതെല്ലാം മിക്സ് ചെയ്യണം. കൂടാതെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ടോസ്റ്റിൻ്റെ മേളിലോട്ട് ഇത് എടുത്ത് നോക്കാം. എടുത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് നമുക്കിത് അത് വെച്ച് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുപോലെ നമ്മളതിനകത്ത് ചേർക്കാൻ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വെച്ച് ടോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബ്രെഡും കൂടെ എടുത്ത് വെച്ച് നമ്മൾ സാധനം കഴിക്കാം. ഇപ്പോൾ ഞാൻ കഴിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അനിയച്ചാരെ വിളിക്കാൻ പോകുന്നത്. അവൻ കഴിച്ച് കാണിക്കും. എങ്ങനെയുണ്ടെന്ന് അവൻ പറയട്ടെ. അങ്ങനെയാണ് നമുക്ക് നോക്കാം. വാടാ ശരി, കഴിച്ച് നോക്ക്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? നീ കറക്റ്റായിട്ട് പറഞ്ഞു. എന്താ വെച്ചാൽ മാംസം അതെല്ലാം ഒക്കെയാണോ ടേസ്റ്റ്? നമ്മുടെ ഇതൊക്കെ ടോപ്പിംഗ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും. നമ്മളപ്പോൾ ഇതുപോലെ എളുപ്പമാണ് സംഗതി. നമ്മളിപ്പം ഇവിടെ പുറത്ത് വെച്ച് നമ്മൾ അടുപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അകത്ത് വെച്ചുള്ള സംഗതി ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്കിപ്പം ഇതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ എല്ലും കാര്യങ്ങളും അതുപോലെ തന്നെ ടോപ്പിംഗ്സൊക്കെ ചെറിയൊരു ഇത് മതി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സംഗതി പൊളിച്ചിട്ടുണ്ട്. ഏകദേശം സാധനമൊക്കെ സെറ്റായിരുന്നു, നൈസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയാം. നമ്മുടെ സൂപ്പൊക്കെ കഴിക്കത്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഇതാണ് ഇതിനകത്ത്. നമ്മളെല്ലാം എളുപ്പമാണ് സംഗതി ചെയ്യാനൊക്കെ എളുപ്പമാണ്. പാചകം എളുപ്പമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫില്ലിങ്സും എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണോട് ഞെക്കി കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.